ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. ഇത് നമ്മൾ ക്രിസ്മസിന് വേണ്ട പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു മാസം പുറത്ത് സൂക്ഷിക്കാവുന്ന ബേക്കറി സ്റ്റൈൽ ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കിലോ പ്ലം കേക്ക് ഉണ്ട്, 1/2 കിലോ പ്ലം കേക്ക് ഉണ്ട്, 1/4 കിലോ പ്ലം കേക്ക് ഉണ്ട്. അപ്പോൾ 3 നമ്മൾ ഒന്നിച്ച് തന്നെ റെഡിയാക്കി എടുക്കുവാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കേക്ക് മസാല. കേക്കിന് വേണ്ടിയിട്ട് ഒരു ഗരം മസാലയുണ്ട്, അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊന്ന് അരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 200 ഗ്രാം മാർജറിന് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് അൺസാൾട്ടഡ് ബട്ടറും ഉപയോഗിക്കാം. ആദ്യം ഈ മാർജറിനൊന്ന് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ചെന്നിട്ട് കേക്കിനുള്ള മാർജറിൻ തരാനായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ചോദിച്ച് വാങ്ങിക്കുക. ഇത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1.5 തൊട്ട് 1.25 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നോർമൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം മാർജറിനൊന്ന് നല്ല സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര പൊടിച്ചത് എല്ലാം കൂടി ഇട്ടിട്ട്, അതായത് ഒന്നിച്ചല്ല, ഒരു 2-3 തവണയായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരയും മാർജറിനൊക്കെ ഇങ്ങനെ പാത്രത്തിൻ്റെ സൈഡിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരമൽ കളറിന് പകരം ഹോം മെയ്ഡ് ട്രക്കിൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ട്രക്കിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ബാറ്ററിലേക്ക് വീഴാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം ട്രക്കിൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളർ നന്നായിട്ട് മാറും. ഇനി നമുക്ക് എസൻസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ റിച്ച് പ്ലം എസൻസ്, 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് റമ്മാണ്. വൈറ്റ് റമ്മ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അതിന് പകരം നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ റം എസൻസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ റം എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ വൈറ്റ് റമ്മാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിവിടെ ഇതിൽ ഇപ്പം 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ബ്ലാക്ക് റേസിൻസ്, യെല്ലോ റേസിൻസ്, ക്യാഷ് നട്ട്സ്, ചെറി, ഈന്തപ്പഴം, പിന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞ് നമുക്ക് ബോക്സിലും പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതിൽ ഡ്രൈ പ്ലം, ആപ്രിക്കോട്ട്, കിവി, ഓറഞ്ച്, മാംഗോ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇട്ടിട്ടുണ്ട്. മൈദ ഇടണ നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ബദാം, പിസ്ത ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
ഇങ്ങനെ മൈദയുടെ ഒപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് താഴ്ന്നു പോകുമൊന്നുമില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ മിക്സ് ചെയ്തെടുത്തു. ചിലപ്പോൾ അടിഭാഗത്തൊക്കെ ബീറ്ററിൻ്റെ ബ്ലേഡ് എത്താത്തടത്തൊക്കെ ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്പാച്ചിൽ വെച്ചിട്ട് അടിഭാഗമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ നമുക്ക് ആദ്യം അതിൻ്റെ പകുതി ഭാഗത്തോളം ബാറ്റർ ഇട്ട് കൊടുക്കാം. ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും, നല്ല തിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ചിലപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് മുകളിൽ വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ താഴ്ന്നു പോകും. അതുകൊണ്ട് ഒരു 45 മിനിറ്റൊക്കെ ബേക്കായി കഴിഞ്ഞിട്ട് നട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിനാണ്. ഇതിൻ്റെയും പകുതി ഭാഗത്തോളം നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെയും പകുതി ഭാഗത്തോളം ബാറ്റർ ഇട്ട് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ്റെ 2 കോയിലും ഓൺ ചെയ്യും. അതിനുശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിലും കുക്കറിലൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും കേട്ടോ. നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ 3 കേക്കും ഇത് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 40-45 മിനിറ്റ് ആയപ്പോൾ ഞാൻ കേക്കിൻ്റെ എല്ലാം മുകളിൽ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്യേണ്ട. ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് റമ്മും വൈനൊക്കെ കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. അതുവരെ നമുക്ക് ബട്ടർ പേപ്പറിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് സൂക്ഷിക്കാം. 2 നേരം കുറച്ച് വൈനോ അല്ലെങ്കിൽ റമ്മൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പ്ലം കേക്കൊക്കെ എപ്പോഴും റെഡിയാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും എല്ലാവർക്കും വിശ്വസിച്ച് വിൽക്കാൻ പറ്റിയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ട്രഡീഷണൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്ക് ഒരു പൊടിഞ്ഞാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലൊക്കെ കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഡ്രൈ ഫ്രൂട്ട്സ് ഒട്ടും താഴ്ന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.